പ്രധാന വാർത്തകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കണ്ണുതുറക്കുമോ സർക്കാർ? റേഷൻ കാർഡിലെ നിറം പാവപ്പെട്ടവന് പാരയാകുന്നു. മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ നിഷേധം. തിരുവനന്തപുരം പാവപ്പെട്ടവന്റെ അവസാന പ്രതീക്ഷയായ മെഡിക്കൽ കോളേജുകളിൽ റേഷൻ കാർഡിന്റെ പേരിൽ ചുവപ്പുനാട. റേഷൻ കടയിൽ മുൻഗണനയുള്ള പിങ്ക് (PHH) കാർഡുടമകൾക്ക് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് പാവപ്പെട്ട രോഗികളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. മുൻപുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ ഓരോന്നായി വെട്ടിക്കുറയ്ക്കുന്നത് സാധാരണക്കാരെ സ്വകാര്യ ആശുപത്രികളുടെ ചൂഷണത്തിലേക്ക് തള്ളിവിടുകയാണ്. മാഞ്ഞുപോയ ആനുകൂല്യങ്ങൾ നേരത്തെ BPL പട്ടികയിലുള്ള എല്ലാവർക്കും സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സയും മരുന്നും ലഭിക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. എന്നാൽ കാർഡുകൾ നിറം മാറിയതോടെ ആനുകൂല്യങ്ങളുടെ മാനദണ്ഡവും മാറി. താലൂക്ക് ആശുപത്രികളിൽ ഇപ്പോഴും പിങ്ക് കാർഡുകാരെ BPL വിഭാഗത്തിൽ കണ്ട് ചെറിയ ഇളവുകൾ നൽകുന്നുണ്ടെങ്കിലും കൂടുതൽ സൗകര്യങ്ങളുള്ള മെഡിക്കൽ കോളേജുകളിൽ എത്തുമ്പോൾ ഇവർക്ക് മഞ്ഞ കാർഡ് ഇല്ലെന്ന കാരണത്താൽ വൻ തുകകൾ ഈടാക്കുന്നു. ജനങ്ങളെ ശിക്ഷിക്കുന്ന നിറം മാറ്റം നിത്യവൃത്തിക്ക് വകയില്ലാത്ത കുടുംബങ്ങളെയാണ് പിങ്ക് കാർഡ് വിഭാഗത്തിൽ സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മെഡിക്കൽ കോളേജിലെത്തിയാൽ ഇവർ പണക്കാരായി മാറുന്ന വിചിത്രമായ അവസ്ഥയാണ്. ശസ്ത്രക്രിയകൾ മഞ്ഞ കാർഡുകാർക്ക് ലഭിക്കുന്ന പല ശസ്ത്രക്രിയാ പാക്കേജുകളും പിങ്ക് കാർഡുകാർക്ക് ലഭിക്കുന്നില്ല. മരുന്നുകൾ, ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള ജീവൻരക്ഷാ മരുന്നുകൾക്ക് വലിയ തുക കണ്ടെത്താൻ രോഗികൾ നെട്ടോട്ടമോടുന്നു. പരിശോധനകൾ, സിസ്റ്റർ സ്കാൻ, MRI തുടങ്ങിയ വില കൂടിയ പരിശോധനകൾക്ക് പിങ്ക് കാർഡുകാർക്ക് ഇളവുകൾ അനുവദിക്കുന്നതിൽ അധികൃതർ വിമുഖത കാണിക്കുന്നു. സർക്കാരിന് നാണക്കേട്, ജനത്തിന് ദുരിതം. സ്വകാര്യ ആശുപത്രികൾ പോലും സർക്കാർ നൽകുന്ന ഇൻഷുറൻസ് പദ്ധതികൾ വഴി പിങ്ക് കാർഡുകാരെ സ്വീകരിക്കുമ്പോൾ സ്വന്തം ആശുപത്രികളിൽ ഈ സൗകര്യം നിഷേധിക്കുന്നത് സർക്കാരിന് തന്നെ നാണക്കേടാണ്. പാവപ്പെട്ടവന്റെ നികുതിപ്പണത്തിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകൾ കാർഡിന്റെ നിറം നോക്കി ആനുകൂല്യം നിശ്ചയിക്കുന്നത് നീതീകരിക്കാനാവില്ല. അധികൃതരുടെ ശ്രദ്ധയ്ക്ക്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ കവർന്നെടുത്ത് പാവപ്പെട്ടവന്റെ ചികിത്സ മുടക്കുന്ന ഈ നയം തിരുത്താൻ ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഇടപെടണം. മഞ്ഞ കാർഡിന് തുല്യമായി പിങ്ക് കാർഡുകാരെയും BPL പട്ടികയിൽ ഉൾപ്പെടുത്തി സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന പ്രതിഷേധം ശക്തമാണ്. ഇല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ രോഗശയ്ക്ക് മുൻപിൽ ഈ ആരോഗ്യനയം വലിയ തിരിച്ചടിയായി മാറും.